ടൈറ്റാനിയം കേസിൽ ഇന്ന് പുരോഗമിച്ച ചില പ്രത്യേക സംഭവങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ടൈറ്റാനിയം അഴിമതി കേസിലെ ഇടനിലക്കാരായ മെക്കോൺ കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രി അവിഹിതമായി ഇടപെട്ടതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 256 കോടി രൂപയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് അനാവശ്യമാണെന്നും പ്ലാന്റിൻ്റെ ചുമതല മെക്കോണിനെ ഏൽപ്പിക്കരുതെന്നുമുള്ള സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശം നിലനിൽക്കെ പദ്ധതിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി കമ്മിറ്റി ചെയർമാന് കത്തെഴുതി. മുഖ്യമന്ത്രിക്ക് കീഴിലെ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് വഴിയും കോടികൾ നഷ്ടം വരുത്തിയ പദ്ധതിക്കായി നിരവധി തവണ ഇടപെട്ടു. ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിക്കാനെന്ന പേരിൽ ഖജനാവിന് 400 കോടിയോളം രൂപയുടെ നഷ്ടം വരുത്തിയ മെക്കോൺ എന്ന ഇടനില കമ്പനിക്കായി മുഖ്യമന്ത്രി അവിഹിതമായി ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. കമ്പനിയിലെ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ കൺസൾട്ടൻസി മെക്കോണിനെ ഏൽപ്പിക്കരുതെന്ന സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നിലനിൽക്കവെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ടൈറ്റാനിയത്തിൽ മെക്കോൺ നടപ്പാക്കുന്ന 256 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി സംശയം പ്രകടിപ്പിച്ചിരുന്നു. കമ്പനിയിൽ അടിയന്തരമായി 10 കോടി രൂപ മാത്രം ചെലവ് വരുന്ന ന്യൂട്രലൈസേഷൻ പ്ലാന്റ് നടപ്പാക്കിയാൽ മതിയെന്നായിരുന്നു കമ്മിറ്റിയുടെ നിർദ്ദേശം. ഇതിന്റെ ഉത്തരവാദിത്വം മെക്കോണിനെ ഏൽപ്പിക്കരുതെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. ഈ പ്ലാന്റിനായി ട്രാവൻകൂർ സൾഫേറ്റ് ലിമിറ്റഡ് സമർപ്പിച്ച നിർദ്ദേശം മെക്കോണിനെ കൊണ്ട് സാധ്യതാ പഠനം നടത്തിയതിനെ കമ്മിറ്റി വിമർശിക്കുകയും ചെയ്തു. മറ്റ് വിപുലീകരണ പ്രവർത്തനങ്ങൾ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുക അസാധ്യമാണെന്നും ഇതുമൂലം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ നിർമ്മാണം ഹൈക്കോടതി നിർദ്ദേശിച്ച കാലയളവിൽ പൂർത്തിയാക്കാനാവില്ലെന്നും കമ്മിറ്റി കണ്ടെത്തിയിരുന്നു. ഇതിനിടെയാണ് മെക്കോണിന്റെ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇതിന് സർക്കാർ മേൽനോട്ടം വഹിക്കുമെന്നും കാണിച്ച് മുഖ്യമന്ത്രി സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാന് കത്തെഴുതിയത്. കൂടാതെ കമ്മിറ്റി അംഗം കമ്പനി സന്ദർശിച്ച് അതൃപ്തി അറിയിച്ച തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് കീഴിലെ പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ് മെക്കോണിന്റെ കരാർ അംഗീകരിക്കുകയും ചെയ്തു. ഇതുവഴി മെക്കോണിനായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന് വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വ്യക്തമാക്കിയിരുന്നു. 2007 CNDG റിപ്പോർട്ടിലും തുടർന്നുള്ള വിജിലൻസ് അന്വേഷണത്തിലും മെക്കോണുമായുള്ള കരാർ മൂലം ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തി. ഈ വസ്തുതകളും തെളിവുകളും പൂർണ്ണമായും മുഖവിലക്കെടുത്താണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഓഗസ്റ്റ് 28 ഉത്തരവിട്ടത്. എസ് നികേഷ്, തിരുവനന്തപുരം. ഈ വാർത്തയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. വി ശിവൻകുട്ടി MLA, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, ആർ ചന്ദ്രശേഖരൻ എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയ്ക്കുണ്ട്. ആദ്യം വി ശിവൻകുട്ടിയിലേക്കും അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്കും പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായരിലേക്ക് തന്നെ പോകാം. അതായത് ശ്രീ ചന്ദ്രശേഖരൻ നായർ, പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് ഇതിന് അംഗീകാരം നൽകുന്നതിന് മുമ്പ് തന്നെയാണ് മുഖ്യമന്ത്രി കത്തെഴുതിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് കത്തെഴുതിയിരിക്കുന്നത്? 1. 2, ഈ കത്തെഴുതുന്നതുമായി ബന്ധപ്പെട്ട് മെക്കോൺ കമ്പനിയെ ഉൾപ്പെടുത്തരുത്, അവരെ സാധ്യതാ പഠനത്തിനായി ഏൽപ്പിക്കരുത്, ഇത്തരം കാര്യങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞ അതേ കമ്പനിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി എഴുതിയത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പുതിയതായി അല്ലെങ്കിൽ എടുത്തു പറയാവുന്നവ എന്ത്? ഇത് നേരത്തെ നടന്ന സംഭവങ്ങൾ തന്നെയാണ്, പൊതുവായിട്ടൊന്നും നടക്കുന്നില്ല. എന്നിരുന്നാലും ഇതിലെ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് തീരുമാനം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഈ പദ്ധതി നടപ്പാക്കും എന്ന് കാണിച്ച് ചെയർമാന് കത്തെഴുതി. ഈ കത്തെഴുതുന്നതോടുകൂടി തന്നെ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിന് എന്താണ് അവർ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകുന്ന രീതിയിലുള്ള കത്തായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കത്തിന് അനുസൃതമായിട്ട് ഒരു തീരുമാനമെടുക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ നിർവാഹമില്ല. ഈ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ പ്രധാന ചുമതല ഈ സർക്കാരിൻ്റെ മുന്നിൽ അനുമതി തേടിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി സാങ്കേതികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നതാണോ, സാമ്പത്തിക അടിത്തറയുള്ളതാണോ, ഈ വക കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് എൻ്റർപ്രൈസ് ബോർഡിൻ്റെ ചുമതല. ആ ചുമതലകൾ നിർവഹിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കത്ത് തടസ്സമായി വന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. തീർച്ചയായും വി ശിവൻകുട്ടി MLAയിലേക്ക്. ശ്രീ ശിവൻകുട്ടി, കമ്പനി അടിയന്തരമായി 10 കോടി മാത്രം ചിലവ് വരുന്ന ന്യൂട്രലൈസേഷൻ പ്ലാന്റ് നടപ്പാക്കിയാൽ മതി എന്ന് കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശത്തിനോടൊപ്പം മെക്കോൺ കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഈ നിർദ്ദേശങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രി കത്തയച്ച കാര്യം ഏറ്റവും ഒടുവിലത്തെ വിജിലൻസ് കോടതിയുടെ പശ്ചാത്തലത്തിൽ, വിജിലൻസ് കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ, നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ വ്യക്തമായ വിവരങ്ങൾ രേഖകൾ സഹിതം പീപ്പിൾ TV പുറത്തുവിടുന്ന ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആർക്ക് വേണ്ടിയാണ് ഇടപെട്ടത് എന്നാണോ വ്യക്തമാകുന്നത്?
അതായത് 25/10/2011 ഞാൻ ഏതാണ്ട് 12 രേഖകൾ സ്പീക്കറുടെ അനുവാദത്തോടു കൂടി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് 256 കോടിയുടെ ഈ ടൈറ്റാനിയം പ്ലാന്റ്, പുതിയ പ്ലാന്റിൽ നടക്കുന്ന അഴിമതികളെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയുടെ പങ്കിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഞാൻ ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ ടൈറ്റാനിയത്തിലെ ഒരു ജീവനക്കാരായിട്ടുള്ള ജയൻ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിലും ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ഇവിടെ 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഫെഡോ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം 108 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അംഗീകരിച്ചിരുന്നു. അതിന് സാങ്കേതികമായും ടൈറ്റാനിയം ബോർഡിൻ്റെയും അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും മറ്റ് ഇതര സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതിനേക്കാൾ എളുപ്പം 10.8 കോടി രൂപയുടെ ന്യൂട്രലൈസേഷൻ പ്ലാന്റാണ് എളുപ്പം നടപ്പിലാക്കുന്നതിന് വേണ്ടി ടൈറ്റാനിയത്തിൽ നഷ്ടമില്ലാതെ നടപ്പിലാക്കാൻ വേണ്ടി ഉചിതമെന്ന് എല്ലാ ഏജൻസികളും പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇത് 256 കോടി രൂപയുടെ പ്ലാന്റുമായി ഈ ഫിൻലാൻഡ് കമ്പനിയായിട്ടുള്ള മെക്കോൺ രംഗത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബഹുമാനപ്പെട്ട കോടതി തന്നെ, വിജിലൻസ് കോടതി തന്നെ പരിശോധിച്ചത്, ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമില്ല, ടൈറ്റാനിയം ബോർഡിൻ്റെ അംഗീകാരമില്ല, സാങ്കേതിക അനുമതിയില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്ന സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗ് സബ് കമ്മിറ്റിയുടെ അനുവാദമില്ല. ഈ അനുവാദം ഒന്നും ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 256 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതായത് ഇപ്പോൾ 80 കോടി രൂപയുടെ സാധനങ്ങൾ ടൈറ്റാനിയം ഫാക്ടറിക്ക് ഉള്ളിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ്. 85 ലക്ഷം രൂപ മാസം ഇത് മാസാമാസം ടൈറ്റാനിയം കമ്പനിക്കാർ പലിശ ഇനത്തിൽ ബാങ്കുകൾക്ക് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് ഒരു 20% പോലും പൂർത്തീകരിച്ചില്ല. എങ്കിൽ പോലും ഇതുവരെ ഈ ടൈറ്റാനിയം കമ്പനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പീപ്പിൾസ് TV പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എസ് ഡിവോട്ട ഇവിടെ ടൈറ്റാനിയം കമ്പനി സന്ദർശിക്കുകയും ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേജുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ഒരു കാരണവശാലും ഈ 256 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് ഈ ഫിൻലാൻഡ് കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിന് ശേഷം അപ്പോൾ ഈ എല്ലാ ഏജൻസികളും സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച ശേഷം എഴുതിയിട്ടുള്ള വിശദമായ റിപ്പോർട്ട്, അതേപോലെ തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജയപ്രസാദ്, അന്നത്തെ ജയപ്രസാദ് തന്നെ പറയുന്നു, എന്നിൽ നിന്ന് ഈ ഫയൽ തന്നെ മാറ്റിവെച്ച് അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള രാജ്മോഹനൻ എന്നോട് പറഞ്ഞു, മേലാൽ ഈ ഫയൽ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞു. അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട്. വിജിലൻസുകാർ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല. ടൈറ്റാനിയത്തിൻ്റെ ബോർഡ് തന്നെ പറഞ്ഞു, ഈ 256 കോടി രൂപ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് വരുമ്പോൾ ഏതാണ്ട് 400 കോടി രൂപയോ വരും. അത് ഒരിക്കലും കമ്പനി പൂട്ടാനല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഉപകരിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വിജിലൻസ് കോടതി മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട മുൻ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള T. ബാലകൃഷ്ണൻ ചെന്ന് താൽക്കാലികമായിട്ട് ഹൈക്കോടതി സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഈ ഹൈക്കോടതിയിൽ പുതുതായിട്ട് പുറത്തു വന്നിട്ടുള്ള രേഖ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലെ മോണിറ്ററിംഗ് കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ഡിവോട്ട നേരിട്ട് സന്ദർശിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാണ്. ശിവൻകുട്ടി, അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്ക് പോയാൽ, ശ്രീ സുരേഷ് ബാബു, ഒട്ടേറെ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പക്ഷേ എന്തൊക്കെ സാങ്കേതികമായി ഇതിനെക്കുറിച്ച് വിവക്ഷിച്ചാലും ജാഗ്രത പുലർത്തിയില്ല ഉമ്മൻചാണ്ടി. പൊതുജീവിതത്തിൻ്റെ മര്യാദകളിൽ പെടുന്ന ജാഗ്രത ഉമ്മൻചാണ്ടി പുലർത്തിയില്ല. ഇതാണോ ശിവൻകുട്ടി ഇപ്പോൾ ഉന്നയിച്ച അക്കമിട്ട് നിരത്തിയ പീപ്പിൾ TVയുടെ ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ കാതൽ? ഇത് കാലാകാലങ്ങളായി വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പീപ്പിൾസ് TVക്ക് ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല. ഓരോരോ ഘട്ടം ഘട്ടമായി മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു വെളിപ്പെടുത്തൽ എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല.
പക്ഷേ ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അങ്ങ് നേരത്തെ ചോദിച്ചത് എനിക്കൊരു മറുപടിയുണ്ട്. CITU അടക്കമുള്ള അവിടുത്തെ യൂണിയനുകൾ മുഴുവൻ ഒരുമിച്ച് ആവശ്യപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ കമ്പനി പ്രവർത്തിപ്പിക്കാവൂ എന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ടൈറ്റാനിയം കമ്പനി അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യം ഒഴിവായാൽ നൂറുകണക്കിന് അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം നഷ്ടപ്പെട്ട്, തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം ദുരിതപൂർണമാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കർമ്മകുശലനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കത്തെഴുതി എന്നുള്ളത് ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം മാത്രമേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ളൂ. ഇതിനകത്ത് ശ്രീ സുരേഷ് ബാബു ഇടപെടുകയല്ല. അതായത് ഈ കുശാഗ്രമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ഉത്സുകമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്ലാഘിക്കണമെന്ന് താങ്കൾ പറയുമ്പോൾ ഫാക്ടിന്റെ നേതൃത്വത്തിലുള്ള ഫെഡോ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് ഫെഡോ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായ ഫെഡോ ഇതുമായി ബന്ധപ്പെട്ട് 10 കോടിക്ക് ഇതിന് സാധ്യതകൾ നൽകാമെന്ന് പറയുന്നു. 1. 2, സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയും പറയുന്നു ന്യൂട്രലൈസേഷൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ, അത് 10 കോടിയിൽ നിലനിൽക്കും. അതൊക്കെ മറികടന്ന് 256 കോടിക്ക് ഉത്സുകത ആരോട് കാട്ടി? തൊഴിലാളിയോടോ അതോ ഏതെങ്കിലും കമ്പനിയോടോ? ഈ വിഷയമാണ് പീപ്പിൾ TV ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ പുതിയ കാര്യങ്ങളില്ല എന്ന് താങ്കൾ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് പഴയ കാര്യങ്ങളാണ് എങ്കിൽ പോലും വ്യക്തമാകുന്ന ചില പുതിയ കാര്യം. 1, മുഖ്യമന്ത്രിക്ക് കീഴിലെ പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് മുഖ്യമന്ത്രി അംഗീകാരം നൽകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കത്തെഴുതി. 1. 2, 10 കോടിയുടെ ന്യൂട്രലൈസേഷൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി വ്യക്തമാക്കിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പീപ്പിൾ TV ഇന്ന് പുറത്തുവിടുന്നു. ഈ 2 കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുതിയതാണ്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അല്ല, പുതിയതായിട്ട് നിങ്ങളിങ്ങനെ ഘട്ടഘട്ടമായി ഓരോന്നോരോന്ന് പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിനകത്ത് യാഥാർത്ഥ്യത്തിന്റെ പുതുമകളൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ വിവക്ഷിക്കുന്ന ഒരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഓരോന്നോരോന്നായി പുതുതായി നിങ്ങൾ പുറത്തു വിടുന്നു എന്ന് കാണിച്ച് ഇതൊരു ലൈവായ ഒരു വിഷയമായി കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വളരെ ശ്രമകരമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഉള്ള ഒരു പ്രചരണം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അല്ല, ശ്രീ സുരേഷ് ബാബു മൂർത്തമായ പ്രശ്നങ്ങൾ താങ്കൾ കാണുന്നില്ല. അതായത് ഫെഡോ പറയുന്നു ഇത് 10 കോടിക്ക് ഞങ്ങൾ ചെയ്തു തരാം. പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണത്. അവർ പറയുന്നു ഇത് ചെയ്തു തരാം, അംഗീകരിക്കുന്നില്ല. 1 വർഷം കൊണ്ട്, അതായത് മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിപുലീകരണവും നവീകരണവും ഒക്കെ ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്നല്ല. 1. 2, പ്ലാന്റ് മേൽനോട്ടം ഈ 3 ഘട്ടങ്ങൾ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാവില്ല. മുഖ്യമന്ത്രി കത്തെഴുതുകയാണ്, ചെയർമാന് ത്യാഗരാജന് കത്തെഴുതുകയാണ്, ഉറപ്പ് നൽകുന്നു 1 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് പൂർത്തീകരിക്കുമെന്ന്, സർക്കാർ മേൽനോട്ടം വഹിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ കത്തെഴുതിയത് ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് പിന്നിൽ ഒരു പ്രസക്തിയുമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, മുഖ്യമന്ത്രി ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയമല്ലേ. മുഖ്യമന്ത്രി ആധികാരികമായി കത്തെഴുതുകയാണ്. മുഖ്യമന്ത്രി ആരോടെങ്കിലും ശുപാർശ പറയുകയല്ല. മുഖ്യമന്ത്രിക്ക് ഉത്തമ ബോധ്യമുള്ള നിയമാനുസൃതമായ വഴിയിലൂടെ അദ്ദേഹം അടച്ചുപൂട്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യവസായ ശൃംഖല, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഖജനാവിന് കാര്യമായ സംഭാവന നൽകുന്ന ഒരു വ്യവസായം, അത് അടച്ചുപൂട്ടപ്പെടരുത്, അതോടൊപ്പം തന്നെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടരുത് എന്നതിന്റെ വെളിച്ചത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മുഖ്യമന്ത്രി കത്തെഴുതുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടെയാണ് അതിന്റെ ആർജവം കിടക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ വഴക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കത്തെഴുതാൻ തയ്യാറാകുമായിരുന്നില്ല. ശരി, ശ്രീ സുരേഷ് ബാബു, വ്യക്തമാണ്, താങ്കളുടെ വാദങ്ങൾ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. ദയവായി തുടരുക. ആർ ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, കമ്പനി പൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങൾ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണോ? നിഷ്പക്ഷമായി ചിന്തിച്ചാൽ തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ കൂടി. ശ്രീ ചന്ദ്രശേഖർ, യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരു പൊതു താല്പര്യത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ്. ഒരു ഭരണാധികാരിയായി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന മന്ത്രിമാർ കാലാകാലങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ്. ആ സ്ഥാപനം നിലനിൽക്കണം എന്ന ആഗ്രഹം വരുമ്പോൾ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളും അതുപോലെ സുപ്രീം കോടതി വരെയുള്ള കോടതികളുടെ ഇടപെടലുകളും സുപ്രീം കോടതി നിശ്ചയിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയും അവരുടെ തീരുമാനങ്ങളും കേരളത്തിൽ അടച്ചുപൂട്ടപ്പെടേണ്ട സ്ഥാപനങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ്
ട്രിവാൻഡ്രം ടൈറ്റാനിയം എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയാവുന്ന ടൈറ്റാനിയത്തിന്റെ അടച്ചുപൂട്ടൽ ഭീഷണി വന്നപ്പോൾ അവിടെയുള്ള തൊഴിലാളി സംഘടന ഞങ്ങൾ ഇപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നാലും ഏത് സ്ഥാപനം ഇപ്പൊ കുണ്ടറായി കല്ലിനെ രക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ഈ രാജ്യത്തിലടക്കം ഞങ്ങളെല്ലാം നോക്കാം. ഇത്തരം നിവേദനങ്ങൾ കൊടുക്കുക, ആ നിവേദനങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയോട് ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുക. മുഖ്യമന്ത്രി അതിനാവശ്യമായിട്ടുള്ള ഇപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നല്ലപോലെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഏത് പെറ്റീഷൻ കൊടുത്താലും അതിലൊക്കെ ഇടപെടുകയും അതിന് വേണ്ടുന്ന കത്തുകൾ അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. ശ്രീ ചന്ദ്രശേഖരൻ ഇടപെടുകയല്ല. അതായത് ഒരു നിവേദനവുമായി ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകന്റെ ജാഗ്രതയല്ല ഇത്തരത്തിലൊരു സംഭവത്തിന് വേണ്ടത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഇടപെടുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, കമ്പനി നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിനെ സ്റ്റാൻഡ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ടാകണം. മോണിറ്ററിംഗ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായി നിൽക്കില്ലല്ലോ. അവരുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിഗണിക്കേണ്ടതല്ലേ? അതിനപ്പുറത്തേക്ക് കത്തെഴുതുന്ന ഉത്സുകത, എന്റർപ്രൈസസ് കമ്മിറ്റി ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് ചാടി വീഴുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴുള്ള വസ്തുതകളാണ് വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ ഇത്രയും കാലമുള്ള ഗവൺമെന്റുകൾ, ഓരോ ഗവൺമെന്റുകളെ പരിശോധിച്ചാൽ നമ്മളിത് വസ്തുതാപരമായ ചില കാര്യങ്ങൾ, കേരളീയ TV ചാനലായതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. പറഞ്ഞോളൂ. വസ്തുതാപരമായ ചില കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരു സമവായത്തിലെത്തിയില്ല എങ്കിൽ കേരളത്തില് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, കേരളീയ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഇടപെടാൻ കഴിയില്ല. ആരിടപെട്ടാലും പ്രത്യാരോപണങ്ങളുമായി കേരളത്തിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നമ്മളെല്ലാവരും കൂടി ഒരു ആഘോഷം നടത്തുകയാണ്. ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം പറയും ഈ കാര്യത്തിൽ. ഞാൻ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി അഭിപ്രായങ്ങൾക്കെതിരായി പറയുന്ന ആളാണ്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. തീർച്ചയായും ശിവൻകുട്ടിയിലേക്ക് തന്നെ പോകാം. ശിവൻകുട്ടി, രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരം സംഭവങ്ങൾ. ഇതിനകത്ത് മറ്റു താല്പര്യങ്ങളില്ല. ഇങ്ങനെ പോയാൽ ആർക്കും വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുകാര്യ സംരംഭത്തെ രക്ഷിക്കാനായി ഇടപെടാനാകില്ല. ഇത്തരം വസ്തുതകളാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ചന്ദ്രശേഖരനായാലും അഡ്വക്കേറ്റ് സുരേഷ് ബാബു ആയാലും ഈ വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ഉത്സുകതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നു. ഇതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാന നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 25/10/2011 12 രേഖകൾ എഴുതി കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ അഴിമതി ആരോപണം 256 കോടി രൂപയുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു മറുപടിയും പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ടൈറ്റാനിയം കമ്പനി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന അവസരത്തിൽ നഷ്ടത്തിലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ മാത്രമാണ് ലാഭത്തിൽ ഫാക്ടറി കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുന്നത്. ഞാൻ വളരെ വളരെ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ടൈറ്റാനിയത്തിലെ CIT യൂണിയൻ ഒരു ഘട്ടത്തിലും 256 കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി കൊടുക്കുകയോ രേഖാമൂലമായി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10.86 കോടി രൂപയുടെ ന്യൂട്രലൈസേഷൻ പ്ലാൻ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള ഫെഡോ 108 കോടി രൂപയുടെ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ടൈറ്റാനിയം ഫാക്ടറിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഈ ഫിൻലാൻഡ് കമ്പനി ആയിട്ടുള്ള മെക്കോണിന് 256 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തപ്പോൾ ആകെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ 80 കോടി രൂപയുടെ സാധനങ്ങൾ ടൈറ്റാനിയത്തിന്റെ മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ സ്മാരകമായി അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന മാത്രമാണ് കണ്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അത് വല്ലാത്തൊരു യുക്തിയാണ്. അതായത് ഇപ്പോൾ ടൈറ്റാനിയം കമ്പനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നോക്കൂ, LDFന്റെ കാലത്ത് 101 കോടി രൂപയുടെ ഒരു പദ്ധതി വേണ്ടെന്ന് വെച്ചു. എന്തിന്? അത് 59 കോടി ആസ്തിയുള്ള ഒരു കമ്പനിക്ക് അത് സാധൂകരിക്കാനാകുന്നതല്ല. പഠനങ്ങൾ അവർ നടത്തി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുടർ ചർച്ചകളൊക്കെ നടത്തി. ഇവിടെ 80 കോടിയുടെ സ്ഥാപനം ഉപകരണങ്ങൾ ദ്രവിക്കുന്നു അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നു എന്നത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എവിടെയാണ് ഉത്സുകത കാട്ടിയത്? എവിടെയാണ് തൊഴിലാളിക്ക് വേണ്ടി ഇടപെട്ടത്? ശിവൻകുട്ടി ചോദിക്കുന്നു. സത്യമല്ലേ അത്? ഒരുപക്ഷെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ അത്? തീർച്ചയായിട്ടും അത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്.
ഇത് ശ്രീ ചന്ദ്രശേഖർ സൂചിപ്പിച്ചൊരു വിഷയമുണ്ടല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കടലാസുകൾക്കകത്തും ഏത് നടപടിക്കകത്തും അഴിമതി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എല്ലാ ആളുകളും, അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയാലും ശരി, UDFന്റെ സർക്കാരായാലും ശരി, എല്ലാം അറച്ചറച്ച് നിൽക്കും. നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരുമാനം കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇത്തരം അഴിമതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിവൃത്തിയില്ലാത്ത രൂപത്തിൽ അങ്ങനെ കിടക്കും. അതാണ് ഈ സംഗതിക്ക് വേണ്ടി, ഈ പരിഷ്കരണത്തിന് വേണ്ടി വന്ന യന്ത്രങ്ങൾ തുരുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് ഞാൻ വിമർശിക്കുന്നത്. എനിക്കതിനെ കുറിച്ച് അത്രമാത്രമേ അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ ചന്ദ്രശേഖരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിനും അഴികത്തെടുത്ത് ഒരു പാർട്ടിയെ രാഷ്ട്രീയ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വികസനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പൊതുനന്മയെ ലക്ഷ്യമാക്കാതെ വിമർശനങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഗോസ്ലോ ആയിട്ട് പോവുകയും വരുന്ന പോലെ വരട്ടെ, നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്താൽ നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 2 ദശകങ്ങളായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയതിന്റെ തുടർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്നൊരു എടുത്തുചാട്ടം വേണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആഗ്രഹിച്ച്, ശ്രീ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ച് അതിവേഗം മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത്. ഇത് കേരളീയ സമൂഹത്തിന്, കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, കേരളത്തിന്റെ വ്യവസായ സംസ്കാരത്തിന്, വ്യാവസായിക ശൃംഖലയ്ക്ക് അപകടകരവും അപമാനകരവുമാകും എന്ന് ഓർമ്മിക്കുന്നതിന് ഞാൻ കൈരളിയെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് സുരേഷ് ബാബു, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഒരുപക്ഷെ അതിൽ പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് തന്നെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, അതായത് നോക്കൂ, കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കമ്പനിയാണ് മെക്കോൺ. ആ മെക്കോണിനാണ് 2003 OP നമ്പർ 10036 അല്ലേ, അത് പ്രകാരം പൊതു താല്പര്യ ഹർജി നൽകി. പൊതു താല്പര്യ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ കൂടി എന്ന നിലയിൽ അവിടെ മുതൽ ഇവിടം വരെ എത്തുമ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വസ്തുതാപരമായി സാങ്കേതികമായി കണ്ടു. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൽ കവിഞ്ഞുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. 1 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു, സർക്കാർ മേൽനോട്ടം നൽകാമെന്ന് ഉറപ്പ് നൽകുന്നു. അത് ഉദ്ദേശശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ അതിനെ പരിശോധിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതാണ് ഉയരുന്ന ചോദ്യം. പറയാനുണ്ടോ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ? ഇവിടെ ഈ ചർച്ചകൾ വളരെ വിചിത്രമായിട്ടാണ് ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഞാൻ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 2 വാദങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒന്ന്, താൻ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയില്ലെങ്കിൽ കമ്പനി ഉടൻ പൂട്ടും, അത് വ്യാജമാണ് എന്നുള്ളത് പകൽ പോലെ സത്യമല്ലേ. രണ്ടാമത്തത്, തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ഇനിയും കത്തെഴുതുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീം കോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ എതിർപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് എഴുതി അദ്ദേഹത്തിൻ്റെ അവിടെ കമ്പനിയെന്നാണല്ലോ അത് അവർ റിഡ്രസ് ചെയ്യേണ്ടത്. മെക്കോണിനെ തന്നെ TSLൻ്റെ പദ്ധതി ഇവാലുവേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സംശയം ഉണ്ടാകുന്നത്, സുപ്രീം കോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി മെക്കോണിൻ്റെ പദ്ധതിയെ എതിർക്കുന്നു. അവിടെ സുപ്രീം കോർട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി വ്യക്തമായി പറയുന്നു, ഇവിടെ ഒരു ന്യൂട്രലൈസേഷൻ പ്ലാന്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. കേരളം ഇനിയും വികസിക്കണം, ന്യൂട്രലൈസേഷൻ പ്ലാന്റ് നടത്തിയാൽ മതി. അതിന് വികസനം എന്ന വ്യാജേന ARPയും CRPയും ഒരു കാലത്തും നടപ്പാൻ കഴിയാത്ത ഒരു പദ്ധതിക്ക് 2ാം ഘട്ടത്തിൽ വേണ്ട സാധനങ്ങളെ ആണ് ടൈറ്റാനിയത്തിൽ ഇപ്പോൾ ഇറക്കിയിട്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. അതായത് ഭരണാധികാരിയാണോ ചെയ്തത് അതോ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആണോ ചെയ്തത്, അതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡാണ്. ഇവിടെ അല്ല, ഒരു കാര്യം, പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡ് മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്നതാണ്. തീർച്ചയായും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പ് നൽകി കത്തെഴുതുന്നു. സ്വാഭാവികമല്ലേ പബ്ലിക് എൻ്റർപ്രൈസസ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട അംഗീകാരം നൽകില്ലേ? ഇതിൽ വളരെയധികം വിചിത്രമായ പല കാര്യങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിലിരിക്കുന്നത്. അവർ തീരുമാനം വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അതിനെതിരായിട്ട് പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൽ തീരുമാനമെടുക്കുമോ? എങ്കിൽ അയാൾ വികസന വിരുദ്ധനാകും, അദ്ദേഹത്തിനെതിരെ വളരെ ആക്ഷൻ എടുക്കും. അതിനേക്കാളും വിചിത്രമല്ലേ 286 കോടിയുടെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ച മെക്കോണിനോട് ബദൽ സംവിധാനമായിട്ട് 10 കോടിയുടെ ഉണ്ട്. അത് നിങ്ങൾ പരിശോധിക്കൂ.
എന്ന് പറഞ്ഞ് അവരെ തന്നെ ഏൽപ്പിക്കുന്നു. അതിനെയാണ് സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി വിമർശിച്ചിരിക്കുന്നത്. അതാണ് ശ്രീ സുരേഷ് ബാബു, ഇതിന് മറുപടി ഉണ്ടോ? സൂചി കൊണ്ടെടുക്കേണ്ട കരട് തൂമ്പ കൊണ്ടെടുക്കണമെന്ന് പറയുന്നു, അതും സ്വർണത്തിന്റെ തൂമ്പ തന്നെ വേണം എന്ന് പറയുന്നു. ഇതാണ് പരിഭാഷപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് വളരെ ശ്രീ ചന്ദ്രശേഖർ വക്കീല് ഇതിനകത്ത് ഗവൺമെന്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി കേസ് നടത്തിയിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ രേഖകളും, അദ്ദേഹത്തിന് അനുകൂലമായുള്ള രേഖകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നത്. 10 കോടി കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിന്റെ ഒരു ആധികാരികത ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പോലും ബോധ്യമില്ലാത്തത് കൊണ്ടാണ് മെക്കോണിനോട് നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന ഞാൻ ഊഹിക്കുന്നതാണ് ഞാൻ പറയുന്നത്, ഞാൻ പ്രസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 235 കോടിയുടെ ചെലവ് വരുന്ന പദ്ധതിയാണ് വേണ്ടതെന്ന് പറയുന്ന കമ്മിറ്റിയോട് ഗവൺമെന്റ് പറയുന്നത് എന്താ? 10 കോടി കൊണ്ട് ഇത് തരാമെന്ന് പറയുന്നു. ഇത് ഫീസിബിൾ ആണോ നിങ്ങൾ പറയണമെന്ന് അവരോട് പറയുമ്പോ അതിനകത്ത് മറ്റെന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടാക്കേണ്ടത് ഒരു കാര്യവുമില്ല. അവരുമായുള്ള അഡ്വക്കേറ്റിന് എന്തോ പറയാനുണ്ട്, അദ്ദേഹത്തിന് പറയാം. അതായത് സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് കമ്പനിയോട് പരിശോധിക്കാനാണ്, മെക്കോണിനോടല്ല. മെക്കോൺ 256 കോടിയുടെ ഒരു പദ്ധതി മുന്നിട്ട് വെച്ചിട്ട് അതിൻ്റെ 9 കോടി ആൾറെഡി വാങ്ങിക്കഴിഞ്ഞു. കൺസൾട്ടൻസിയുടെ രീതിയിൽ 9 കോടി രൂപ കൺസൾട്ടൻസി മേടിച്ചിട്ട് മുന്നോട്ട് വെച്ച പദ്ധതി നടപ്പാക്കാനായിട്ട് മെക്കോൺ നിൽക്കുമ്പോൾ അതേ മെക്കോണിനോട് TSLന്റെ 10 കോടിയുടെ ഒരു പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെടുന്നത് എന്ത് നീതിയാണത്? ഏതെങ്കിലും രാജ്യത്ത് നടക്കുമോ? തീർച്ചയായും അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇതൊക്കെ വളരെ സമഗ്രമായി ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം വരികൾക്കിടയിൽ കൃത്യമായി പറയുന്നു, അനുകൂലമായ രേഖകൾ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ട്, അനുകൂലമായ രേഖകൾ കയ്യിലുണ്ട് എന്ന് സമ്മതിക്കുന്നു ശ്രീ സുരേഷ് ബാബു. ശ്രീ സുരേഷ് ബാബു അല്ല, അതല്ല ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായ രേഖകൾ കൈവശം വെച്ചു. അതെ, രേഖകൾ എന്ന് പറയുമ്പോൾ വസ്തുതകളുമായി ബന്ധപ്പെടുത്തിയുള്ളതല്ലേ? അത് അവരുടെ കയ്യിലുണ്ട്, അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് എൻ്റെ ദൗത്യം എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ വായിച്ചെടുത്തുകൂടെ? അല്ല, കോടതിയിൽ ഞാനും ഒരു അഭിഭാഷകനാണ്. ഞാനും കോടതിയിൽ പോകുമ്പോൾ എന്റെ കക്ഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ശേഖരിച്ച് അത് കോടതിക്ക് മുമ്പിൽ വ്യാഖ്യാനിക്കുകയാണ് എന്റെ ഒരു ജോലി. അത് അദ്ദേഹം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ഭാഗമായി ഗവൺമെന്റിനെതിരായി ഭംഗിയായി ചെയ്തു എന്നുള്ളത് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇതൊക്കെ കൊണ്ടുവരുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. പൊതുജന ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ സ്ഥായിയായ കാതലായ നഷ്ടം സംഭവിക്കാത്ത രൂപത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ഒരു പൊതുസ്വത്തായ, അതല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ മാത്രം ഒരു സ്വത്തായ ടൈറ്റാനിയം ഫാക്ടറി അടച്ചുപൂട്ടാതിരിക്കുന്നതിന് വേണ്ടി CITU അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള CITU അടക്കമുള്ള തൊഴിലാളികൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ശ്രീ സുരേഷ് ബാബു. അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ വി ശിവൻകുട്ടി പറഞ്ഞു. പക്ഷേ ആവശ്യപ്പെട്ടത് എങ്ങനെയെന്നും അദ്ദേഹം പറഞ്ഞു. ശിവൻകുട്ടിയിലേക്ക് തന്നെ. ശ്രീ ശിവൻകുട്ടി, അതായത് CITU അടക്കമുള്ളവരുടെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. ഒന്ന്, LDF കാലത്താണ് നഷ്ടമുണ്ടായത് എന്ന വാദം വിജിലൻസ് കോടതിയുടെ ഉത്തരവുകൾ വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വസ്തുതകൾക്ക് ഒരു മറുപടി. അതായത് ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇപ്പോൾ പാം ഓയിൽ കേസ് സംസ്ഥാന മന്ത്രിസഭ പിൻവലിച്ചതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി തന്നെ ചോദിച്ചു, അഴിമതി കാണിച്ച കേസിലെ പ്രതികൾ തന്നെ ക്യാബിനറ്റ് കൂടിയിട്ട് കേസ് പിൻവലിക്കുന്നതിൻ്റെ ഔചിത്യം എന്ത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട ബീഹാർ മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നു, ലാലു പ്രസാദ് യാദവ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട 20 വർഷത്തിന് ശേഷം സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജയലളിത ഇപ്പോൾ ജയിലിലാണ്. ഈ കേസിലും ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്നു, കേസ് ചാർജ് ചെയ്ത്
കോടതി സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട വക്കീലിനോട് ചോദിച്ചാൽ അറിയാം ഇത് എത്ര വർഷം വരെ ശിക്ഷ കോടതി ശിക്ഷിച്ചാൽ. ഇത് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്റ്റേ എന്തായാലും മാറാതിരിക്കാൻ വേണ്ടി സാധ്യതയില്ല. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ വരേണ്ടി വരും. ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റത്തിന് കേസ് ചാർജ് ചെയ്താൽ എത്ര വർഷം വരെ ശിക്ഷിക്കാമെന്ന് സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കോടതിയാണ് ബഹുമാനപ്പെട്ട വക്കീലിനോട് കൊടുത്ത് 2 വക്കീലന്മാർക്കും വിശദാംശങ്ങൾ അറിയാമായിരിക്കും. മറ്റൊരു കാര്യം, ഈ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരാൾക്ക് പോലും ഒരു ജോലി കൊടുത്തില്ല, ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല നിയമന നിരോധന നിയമവും കൂടെ ഇപ്പോൾ ഉത്തരവും കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. ഇവിടെയുള്ള പ്രശ്നം വേറൊന്നുമല്ല. 10.81 കോടി രൂപയുടെ ന്യൂട്രലൈസേഷൻ പ്ലാന്റ് നടപ്പിലാക്കാമായിരുന്നു. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഫെഡോയുടെ 108 കോടി രൂപയുടെ പ്രോജക്റ്റ് നടപ്പാക്കാമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച ശേഷമാണ് ഈ മെക്കോൺ കമ്പനിക്ക് 256 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ കൈരളി TV പുറത്ത് വിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 4 പേജുള്ള റിപ്പോർട്ടാണ് ഡോക്ടർ എസ് ഡിവോട്ടോയുടെ റിപ്പോർട്ടുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമില്ല, ടൈറ്റാനിയം ബോർഡിൻ്റെ അംഗീകാരമില്ല. അങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെയും സപ്പോർട്ടില്ലാതെ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ഈ കേരള സംസ്ഥാനത്ത് ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഒരു കത്തെഴുതുവാനുള്ള അധികാരമുണ്ടോ എന്നുള്ള ഒരു സുരേഷ് ബാബു ഒന്ന് വ്യക്തമാക്കി കേൾക്കട്ടെ. തീർച്ചയായും സുരേഷ് ബാബു, അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു താങ്കൾ ലൈനിലുണ്ടോ? പറഞ്ഞോളൂ. വി ശിവൻകുട്ടി ചോദിച്ച മറുപടി. ഞാൻ ശ്രീ ശിവൻകുട്ടിയെ ഖണ്ഡിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഒരു വസ്തുതകളുണ്ടല്ലോ, അദ്ദേഹം നിയമസഭാ സാമാജികൻ കൂടിയാണ്. അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ കേരളത്തിലെ ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർക്കും തന്നെ ഒരു തൊഴിലും കൊടുത്തിട്ടില്ല, ഒരു നിയമനമുണ്ട് നടത്തിയിട്ടില്ല എന്ന് തുടങ്ങി അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ മൂക്കത്ത് വിരൽ വെച്ച് പോവുക മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. മറ്റൊന്നും എനിക്കതിനകത്ത് കഴിയുന്നില്ല. അദ്ദേഹം വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഒരു പൊതു ചാനലിലൂടെ പറയുന്നത് അഭികാമ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു വസ്തുത ഞാൻ പറയാം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു നടപടിക്രമത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായി നടത്തിയിട്ടുള്ള ഈ പക്ഷേ താങ്കളുടെ പ്രതികരണത്തിന്റെ സമഗ്രതയ്ക്ക് വേണ്ടി കൂടി ഒരു കാര്യം കൂടി, അതായത് വിജിലൻസ് കോടതി തള്ളിയ വിജിലൻസ് റിപ്പോർട്ടിൽ പോലും 168 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്നുണ്ട്. അതെങ്ങനെയാണ് പൊതുജനത്തിന് വേണ്ടിയാകുന്നത്, കമ്പനിക്ക് വേണ്ടിയാകുന്നത്, തൊഴിലാളിക്ക് വേണ്ടിയാകുന്നത്? അല്ല, ആ റിപ്പോർട്ടൊക്കെ നമുക്ക് പരിശോധിക്കണം. ആ റിപ്പോർട്ടൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കോടതികൾ കേസ് കിടക്കേണ്ടതുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അതൊക്കെ നടപടികൾ വരുമ്പോ അന്വേഷണ വിധേയമാകുമ്പോൾ അതിന്റെയൊക്കെ നിജസ്ഥിതി ബോധ്യപ്പെടും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു പൈസയുടെയും അഴിമതി കാണിക്കേണ്ടുന്ന ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല. അത് അവിടുത്തെ തൊഴിലാളികളുടെ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു കത്തെഴുതി എന്നുള്ളതിൽ കവിഞ്ഞ് അതൊരു മുഖ്യമന്ത്രിയിൽ അർപ്പിതമായ ചുമതല ആധികാരികമായി നിർവഹിച്ചു എന്നുള്ളതാണ്. അതൊരു ധൈര്യപൂർവ്വം കാണിച്ച മുഖ്യമന്ത്രിയെ ശ്ലാഘിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭാവിക്ക് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, അതായത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു യുക്തി, അതായത് വിജിലൻസ് അത്തരത്തിൽ 168 കോടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിയതെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അതിലെ ഒരു വസ്തുതയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട ഒന്നല്ലേ എന്ന്. അതാണ് നമ്മളും ആവശ്യപ്പെടുന്നത്. ഇത് 2011 ഒരു അദ്ദേഹത്തിൻ്റെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, ജയൻ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഈ ഒരു ആവശ്യത്തിനെതിരെ എന്തിനാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? അവരുടെ അധികാര പരിധിയിൽ കീഴിലുള്ള കാര്യമല്ലേ ഒരു FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് വിജിലൻസിന് ഡയറക്ഷൻ കൊടുക്കേണ്ടത്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും നേരിട്ട് പോകാതെ തൻ്റെ കൂടെയുള്ള മറ്റൊരു പ്രതിയെ കൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുക, അതല്ലേ ചെയ്യുന്നത്? ഈ 168 കോടി സാധാരണ ജനത്തിൻ്റെ പണമല്ലേ? ഒരു കാര്യം കൂടി, വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിയമസഭയിലൊക്കെ ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടിയായിരിക്കും അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാൻ വളരെ ഉത്സുകത. എത്ര വർഷം ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് ഇത് കേസിലേക്ക് പോയാൽ എന്ന് അദ്ദേഹത്തിനൊരു സംശയം. വക്കീലോട് ചോദിക്കാനും അദ്ദേഹം പറഞ്ഞു. ശിക്ഷ കോടതിയാണ് വിധിക്കേണ്ടത്. എന്നാലും ആ നിയമപരമായിട്ട് 7-നും 10-നും ഇടയ്ക്ക് ശിക്ഷ കൊടുക്കാം. ശ്രീ ശിവൻകുട്ടി സന്തോഷമുണ്ടോ? 7-നും 10-നും ഇടയ്ക്ക് ശിക്ഷ
കിട്ടുന്ന വകുപ്പാണെന്ന് താങ്കളുടെ ചോദ്യത്തിന് അദ്ദേഹം നമുക്ക് കോടതി അല്ല, ഞാനത് സാധാരണഗതിയിൽ ഒരു വകുപ്പ് IPC വകുപ്പിടുമ്പോൾ എത്ര ജയിച്ചാൽ കേസ് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു കഴിഞ്ഞാൽ ജയിലിടുക അപ്പം ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് തീർച്ചയായും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യത്തിന്റെ രാഷ്ട്രീയം മനസ്സിലായി. അതുകൊണ്ടാണ് അഡ്വക്കേറ്റിനോട് അത് എടുത്തു ചോദിച്ചത്. ശ്രീ ശിവൻകുട്ടി, വ്യക്തമാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാം എന്നതാണ് ആവശ്യം. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം മാത്രമാണ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഉത്സുകമായി ഇടപെട്ടു. ശരി, ആ വാദം രാഷ്ട്രീയമായി ഉള്ള പ്രതിരോധമായി ഒരു പക്ഷം പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമുക്ക് വാദത്തിനെടുക്കാം. അങ്ങനെയെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിടുക കോടതി നിർദ്ദേശപ്രകാരം, പകരം വേറെ വഴിക്ക് സ്റ്റേയിലേക്ക് എത്താതിരിക്കുക, ഈ ഒരു ലളിതമായ ആവശ്യം അത് നടപ്പാക്കിക്കൂടെ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ വിജിലൻസ് കേസിനെ കുറിച്ചുള്ള ഒരു വിജിലൻസ് കേസ് അന്വേഷണ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാള് FIR രജിസ്റ്റർ ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല. കാരണം വിജിലൻസ് കേസുകൾ വന്നാൽ അത് പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞ് PE ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. കേസിന്റെ നമ്പർ തന്നെ PE ആണ്, പ്രിലിമിനറി എൻക്വയറി. പ്രിലിമിനറി എൻക്വയറിയിൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയും ഏതെങ്കിലും വ്യക്തികൾക്കോ എതിരെ കുറ്റകരമായ അനാസ്ഥയുണ്ട് എന്ന് കണ്ടാൽ ആ പ്രിലിമിനറി എൻക്വയറിയുടെ വിശദാംശങ്ങളടക്കം സാക്ഷിമൊഴികളടക്കം തൊണ്ടി സഹിതമടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിജിലൻസ് ഡയറക്ടറെ ബോധ്യപ്പെടുത്തി വിജിലൻസ് ഡയറക്ടർ അതിന്റെ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറിൽ നിന്ന് ഉപദേശം തേടിയതിനു ശേഷം വിജിലൻസ് ഡയറക്ടറാണ് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കേണ്ടത്. അതാണ് വിജിലൻസ് എൻക്വയറിയും സാധാരണ കേസുകൾ തമ്മിലുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് വിജിലൻസിന്റെ ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാൻ അധികാരം നൽകുന്നില്ല എന്നതാണ് ഞാൻ ഇവിടെ അക്കാര്യത്തിൽ സൂചിപ്പിക്കാൻ ഉള്ളത്. വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, അത്തരത്തിൽ ഒരു PE ആ മോഡൽ ഒരു രീതിയുണ്ട്, അതിനൊരു രീതിശാസ്ത്രമുണ്ട്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനു ഉത്സുകത കാട്ടണം? ഈ ചോദ്യത്തിന്റെ ഒരു മറുപടി ഉണ്ടോ? ഈ കേസ് PE അല്ല, VE വിജിലൻസ് എൻക്വയറി എന്നാണ് പറയുന്നത്, പ്രിലിമിനറി എൻക്വയറി. ഈ കേസിൽ ആദ്യം 2006 പ്രിലിമിനറി എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹർജി വരുന്നു 2011, അതായത് 2011, 12, 13, 14 4 വർഷം ഒരു പ്രിലിമിനറി ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ നീണ്ട ഒരു പ്രാഥമിക അന്വേഷണമാണിത്. ഇത് സാധാരണ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ 6 മാസത്തിനകം തീരുന്നതാണ് പ്രിലിമിനറി എൻക്വയറി. ഇത് പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടാണ് കോടതിയുടെ മുമ്പാകെ വന്നത്. ഈ അതായത് 2006 മുതൽ 2014 വരെ പ്രിലിമിനറി എൻക്വയറി നടത്തി. ആ റിപ്പോർട്ട് കോടതി വന്നപ്പോൾ കോടതി ആ റിപ്പോർട്ട് തള്ളി. സുരേഷ് ബാബു, ഇത്ര നീണ്ട ഒരു പ്രിലിമിനറി ഉണ്ടോ? ഇതാണ് ചോദ്യം. അഡ്വക്കേറ്റ് 2006 മുതൽ 2011 വരെ ഭരിച്ചിരിക്കുന്ന ആരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ, CPM-ന്റെ മുഖ്യമന്ത്രിയാ, CPM-ന്റെ ആഭ്യന്തരമന്ത്രിയാ. കോൺഗ്രസിനോ UDF-നോ അക്കാര്യത്തിലൊന്നും യാതൊരു അധികാരവും അവകാശവും ഇല്ല. 2006 മുതൽ 2011 വരെ, ഇപ്പം വന്ന് 3 കൊല്ലമല്ലേ ഉള്ളൂ. വ്യക്തമാണ്. ശിവൻകുട്ടി, ഇത്തരത്തിലാണ് വീണ്ടും നിങ്ങളുടെ കോർട്ടിലേക്കാണ് ബാൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അതിനൊരു മറുപടി നൽകി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശിവൻകുട്ടി, ഇത് കാര്യങ്ങൾ വളരെ ലളിതമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഇതിൽ വ്യാപലാതിപ്പെടേണ്ട കാര്യമില്ല. ഇത് ഒരു അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തി കോടതിയിൽ കേസ് വരട്ടെ, എന്നിട്ട് പിന്നെ വക്കീലന്മാർ ഇരുകൂട്ടരുടെയും വക്കീലന്മാരെ വാദിക്കട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി ജയലളിതയുടെ കാര്യത്തിലും നരസിംഹറാവുവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ കാര്യത്തിലുമൊക്കെ തീരുമാനിച്ച പോലെ 256 കോടി രൂപയുടെ പ്രശ്നമാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ പീപ്പിൾസ് TV പുറത്തുവിട്ട സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ഡയറക്ടർ ഡോക്ടർ ഡിവോട്ടോ ടൈറ്റാനിക് സന്ദർശിച്ച് 4 പേജുള്ള കത്തിനെ മറികടന്നുകൊണ്ട്
ഈ പിന്നെ ഫിൻലാൻഡ് കമ്പനി ആയിട്ടുള്ള മെക്കോണിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്ത് ത്യാഗരാജന് കൊടുത്തോടുകൂടി കാര്യങ്ങൾ ഇത്ര ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്ര ധൃതി പിടിച്ച് മുഖ്യമന്ത്രി ചെയ്തത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ആരെ രക്ഷിക്കാൻ വേണ്ടിയല്ല. ഒരിക്കലും തൊഴിലാളികൾ ടൈറ്റാനിക് കമ്പനിയിൽ 80 കോടി രൂപയുടെ ഈ സുരേഷ് ബാബുയുടെ മാന്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ്, എനിക്കറിയാം. അദ്ദേഹം ഒരിക്കലും ഈ 80 കോടി രൂപ അവിടെ ഇവരുടെ സാധനം തുരുമ്പെടുത്ത് കിടക്കുന്നത് അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ശ്രീ ശിവൻകുട്ടി, പാമോലിൻ കേസിന്റെ വഴിയെ ഈ കേസും ചലിക്കാനായുള്ള നീക്കം നടത്തുന്നു, അതിലുള്ള ആശങ്ക കൂടി താങ്കൾ പങ്കുവെക്കുന്നു. അതെ, തീർച്ചയായും. അവസാന വട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നായർ, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ ഇതിൻ്റെ നിയമപരമായ പരിപ്രേക്ഷ്യത്തിൽ ഇപ്പോൾ ഡിവോട്ടയുടെ ഒക്കെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ട സാഹചര്യത്തിൽ അതിൻ്റെ മെറിറ്റ് പരിശോധിച്ച് പോകുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ പോയാലൊക്കില്ല. കാരണം ഈ എൻക്വയറി നടത്തിയിട്ട് ഒരു പ്രധാന പ്രതിയായ രാജീവിൻ്റെ അഡ്രസ്സ് പോലും നമ്മുടെ വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല. എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ KK രാമേന്ദ്രൻ്റെ മൊഴി എടുത്തിട്ടില്ല. DK ബാസു എവിടെയാണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതെ, രാമചന്ദ്രൻ മാസ്റ്ററിന്റെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് പോയി സമയം കളയാതിരുന്നത്. ഒട്ടനവധി വീഴ്ചകൾ പറ്റുന്നു. അത്തരം വീഴ്ചകൾക്ക് മറ്റൊരു രാഷ്ട്രീയമുണ്ടോ? രക്ഷപ്പെടുത്താനുള്ളതാണോ? അതോ ഉത്സുകനായ മുഖ്യമന്ത്രിയെ ചോദ്യചിഹ്നത്തിലേക്ക് വരുത്തുവാനുള്ള നീക്കമോ? എന്തായാലും അന്വേഷണം സുതാര്യമായി നടക്കട്ടെ, അതിനുള്ള അവസരം ഭരണകൂടം നൽകട്ടെ എന്നതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉരുത്തിരിഞ്ഞു വന്നതും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.